ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ ഒരു ഡെയിലി വ്ളോഗാണ്. എന്നാലും ഞാൻ കഴിഞ്ഞൊരു തൊട്ട് മുമ്പുള്ള എൻ്റെ ഒരു ഷോർട്സിൽ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായ ഒരു ഷോർട്സ് ആയിരുന്നു കേട്ടോ. അത് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകും. അത് ഒരു കേക്ക് രണ്ടുമൂന്ന് പിള്ളേർ വന്ന് കേക്ക് കൊണ്ടുപോയിട്ട് അത് അവർ വണ്ടിയിൽ നിന്ന് വീണ് കേക്കൊക്കെ ആകെ കൊളായിട്ട് രണ്ടാമത് കൊണ്ടുവന്ന് വീണ്ടും ശരിയാക്കി കൊടുത്തതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ കേക്കിൻ്റെ ഫസ്റ്റ് ലുക്കൊന്ന് കാണാൻ പറ്റുമോ, കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്കിൻ്റെ ഫസ്റ്റ് ലുക്കാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോട്ടെന്ന് വിചാരിച്ച് ഇടയിൽ കൊണ്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാനുള്ളവർ കാണണമെന്ന് പറഞ്ഞവർ എന്തായാലും ഈ വീഡിയോയിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് അന്നത്തെ ദിവസം രാവിലെ തന്നെ കൊടുക്കാനുള്ള കേക്കായിരുന്നുകൊണ്ട് തന്നെ ആദ്യം തന്നെ കേക്കിൻ്റെ പണി തീർത്തിട്ടാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ പണിയിലേക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്ക് സ്കൂളും ഉണ്ടായിരുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ബാക്കി പണിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നാലും വീഡിയോയ്ക്ക് യാതൊരു മുടക്കം വരുത്തിയിട്ടില്ല, പറ്റുന്നത് പോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇടിയപ്പം ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പൊടി വാട്ടി ഇടിയപ്പം ഉണ്ടാക്കലൊന്നുമില്ല, അങ്ങനെ ഉണ്ടാക്കാൻ അത്ര മരങ്ങില്ല. അപ്പോൾ നമ്മൾ പൊടിയിലേക്ക് വെള്ളം തിളപ്പിച്ച് ഡയറക്റ്റ് ഊറ്റി അതങ്ങനെ കുഴച്ചെടുത്താണ് കേട്ടോ ഉണ്ടാക്കൽ. കുഴപ്പമൊന്നുമില്ല, ഇടിയപ്പമൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും. പിന്നെ മറ്റേ ഇടിയപ്പത്തിൻ്റെതായ ഒരു പെർഫെക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഇല്ലെന്നാണ് തോന്നുന്നത്. കുറേ ആയി അങ്ങനെ കഴിച്ചതുകൊണ്ട് ഇപ്പോൾ നമുക്കത് ഡിഫറൻസ് പറയാനും പറ്റണില്ല. എന്തായാലും ഇത് നല്ല അടിപൊളിയാണ്, നല്ല ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ്. ആദ്യമൊന്നും ഞാൻ ഇടിയപ്പമൊന്നും അങ്ങനെ തനിയൊന്നും ഉണ്ടാക്കില്ലാത്ത ആളായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ അറിഞ്ഞ പിന്നെയാണ് ഇടിയപ്പമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ അപ്പവും പുട്ടുമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും അപ്പവും പുട്ടുമൊക്കെ ഉണ്ടാക്കുന്ന പോലെ എപ്പോഴൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല, എന്നാലും പഴയതിനെ അപേക്ഷിച്ച് മിക്കവാറും ഉണ്ടാക്കാൻ നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിത്തമുള്ള ദിവസം പോലും ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പാടയ്ക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇടിയപ്പങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി ലാസ്റ്റ് കുറച്ച് മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ അത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് പീച്ചാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ബാക്കിയുള്ള തേങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു അട പോലെ അങ്ങനെ ആക്കി എടുക്കും കേട്ടോ. ഉമ്മാക്ക് ഇഷ്ടം, ഞങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ ഉമ്മ കഴിച്ചോളും. അപ്പോൾ അത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ സ്ലാബിൻ്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്, അത്രമാത്രം കൊളായിട്ടുണ്ടാവും. അങ്ങനെ അതിൻ്റെ പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ സിങ്കിലേക്ക് കൊണ്ടുവന്നിട്ടു. ഇപ്പം നമ്മൾ പാത്രം ഒന്നും അപ്പോൾ കഴുകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കിച്ചൺ സ്ലാബിലുള്ള കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എല്ലാം ക്ലീൻ ആക്കി ആ സിങ്കിലേക്ക് കൊണ്ടുവന്ന് ഇടുമ്പോൾ തന്നെ അങ്ങനെയുള്ള സ്ലാബ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഇതിപ്പോൾ എന്തായാലും പാത്രം കഴുകാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് നിരത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ സിങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിള്ളേർക്ക് ചോറിന് ഒലത്തി കൊടുത്തിടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് അരിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോപ്പർ വാങ്ങിച്ചാൽ പിന്നെ ക്യാരറ്റൊക്കെ ചോപ്പറിൽ തന്നെയാണ് അരിയണത്. അപ്പോൾ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ പീസാക്കി ചോപ്പറിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എളുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പണിയും തലേന്ന് ചെയ്ത് വയ്ക്കാത്തത്. അതല്ലെങ്കിൽ ഇതെല്ലാം ക്യാരറ്റ് ബീട്രൂട്ട് അരിയണ പണികളൊക്കെ തലേന്ന് ഉമ്മ ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോപ്പറിൽ ചെയ്യണതുകൊണ്ട് തലേന്ന് ചെയ്യണ്ട, ഞാൻ രാവിലെ ചെയ്തോളാം എന്ന് പറയും. അതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ ചോപ്പറിൽ കുറച്ചധികം ഇടാൻ പേടിയാട്ടോ, കാരണം ബട്ടർഫ്ലൈയുടെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചോപ്പറൊക്കെ തന്നെയാണ്. പക്ഷെ കുറച്ചധികം ഇടുമ്പോൾ അതിങ്ങനെ സ്റ്റക്കായി ഇടയ്ക്ക് ഇങ്ങനെ ജാമായി പോകും കേട്ടോ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, ആദ്യത്തെ തവണയൊക്കെ അങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കടയിൽ കൊണ്ടുപോയി ശരിയാക്കുകയാണ് ചെയ്തത്. പക്ഷേ വലിയ പണിയൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് കളറ് ആ ഒരു നീണ്ടിരിക്കുന്ന സംഭവം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ശരിയായിക്കോളും. അത് പിന്നെ പലതവണ പിന്നെയും അങ്ങനെ സ്റ്റക്കായിട്ട് ഞാൻ തന്നെ ശരിയാക്കി എടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഇടാൻ പറ്റില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കുറച്ച് ഇട്ടാലും പെട്ടെന്ന് തന്നെ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ സവാള വാട്ടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി, ഒരുപാട് നമ്മളിങ്ങനെ ഇറച്ചിക്കറിക്കും അല്ലാതെ മുട്ടക്കറി നമ്മൾ മുളകിയാറായിട്ട് വെക്കുമല്ലോ മസാലയായിട്ട്, അങ്ങനെ വയ്ക്കുമ്പോഴൊക്കെ നല്ല സവാളയൊക്കെ വാടുമ്പോഴേ ഒന്നും ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ വാടണ്ടാട്ടത്. ഞാൻ നേരത്തെ പറയാൻ മറന്നു കഴിഞ്ഞാൽ മുട്ടക്കറി തേങ്ങയും സവാളയും കൂടെ വറുത്തരച്ചാണ് കേട്ടോ വയ്ക്കണത്. അപ്പോൾ ഒരുപാട് വാടണ്ട, കുറച്ചൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും പിന്നെ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം പിന്നെ പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് എടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ചൂടാറിയതിന് ശേഷം അരച്ചിട്ട് ആ അരപ്പ് ചേർത്താണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ അരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയായി വാട്ടി കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് പിന്നെ പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തു തരാൻ വേണ്ടിയിട്ട് മീൻ പൊരിക്കാനുള്ള പാൻ കെട്ടി വെച്ചു കേട്ടോ. ഞാൻ പറയാറുണ്ട്, നമ്മൾ നേരത്തെ കൂട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കാതെ അപ്പം കയറ്റി വെച്ച് എല്ലാം റെഡി ആക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയണ പോലെ തോന്നും കേട്ടോ. ഇതെവിടെയും കേട്ടതല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. പിന്നെ നമ്മൾ മീൻ പൊരിക്കാനൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഇട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ചോപ്പർ വാങ്ങിച്ച പിന്നെയാണ് കേട്ടോ ഞാൻ ക്യാരറ്റൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ഒലത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബീട്രൂട്ട് മിക്കവാറും അരിഞ്ഞൊന്ന് ഉണ്ടാക്കാറുണ്ട്. പിള്ളേർക്ക് ബീട്രൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്യാരറ്റിനോട് അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ചോപ്പർ വാങ്ങിച്ച് ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കി കൊടുത്തപ്പോഴാണ് പിന്നെയും കഴിക്കാൻ തുടങ്ങിയത്. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ മാക്സിമം അകത്ത് ചെല്ലുവാണെങ്കിൽ നല്ലതാലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ കൂടുതലും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള മിക്ക
വീഡിയോസിലും ക്യാരറ്റ് വെളുത്ത് ഉണ്ടാക്കണതും ഒക്കെ കാണാറുണ്ടാവും. പിന്നെ മീൻ വളരെ കുറച്ച് മാത്രമായിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഐശുവിനും മമ്മൂനൊന്നും മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐറൂന് പിന്നെ എന്തെങ്കിലും ഒരു മീൻ ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിലാണ് അവൾക്ക് ചോറ് തിന്നാനായിട്ട് സുഖമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് മാത്രം വേണ്ടി പൊരിക്കാൻ വെച്ചതാണ്. അവർക്ക് പിന്നെ ക്യാരറ്റും പിന്നെ കുറച്ച് അച്ചാറും അതുപോലെ പപ്പടവും പൊരിച്ച് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐറൂന് മാത്രമുള്ള മീനാണ് പൊരിച്ചെടുത്തത്. അപ്പോഴത്തേക്കും നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചത് അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ക്യാരറ്റ് വെളുത്താൻ വേണ്ടി ഇടുവാണ് കേട്ടോ. ക്യാരറ്റ് ആയാലും വെളുത്തുമ്പോൾ പിള്ളേർക്ക് ഉച്ചയ്ക്ക് കൊടുത്തുവിടാനും വൈകിട്ട് അവർക്ക് ചോറിൻ്റെ കൂടെ കൊടുക്കാനുള്ള മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. 2 ക്യാരറ്റൊക്കെ അരിഞ്ഞാൽ അത്രേ ഉണ്ടാവാറുള്ളൂ. ഉമ്മാക്കും എനിക്കൊന്നും ക്യാരറ്റൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വളരെ നല്ലതാണ് പിള്ളേർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാലും ഞാനും ഉമ്മായൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അത്ര വലിയ താല്പര്യമില്ല. നമ്മൾ പരമാവധി പിള്ളേർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ എങ്ങനെയെങ്കിലും അകത്താക്കാനാലോ നോക്കണത്. നമുക്ക് ഇഷ്ടമല്ലാത്തത് ഇപ്പോൾ നമ്മൾ എങ്ങനെയും കഴിക്കണം, നമ്മുടെ അകത്താക്കണം, നമുക്ക് ഇപ്പോൾ കാൽസ്യം ഉണ്ടാവണം, വൈറ്റമിൻ ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ കഴിക്കാൻ നോക്കുമല്ലോ. മാക്സിമം പിള്ളേരെ കൊണ്ട് എങ്ങനെയും കഴിപ്പിക്കാമെന്നല്ലേ വിചാരിക്കുള്ളൂ. അങ്ങനെ ക്യാരറ്റിനുള്ള എല്ലാ സംഭവങ്ങളും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയിൽ സാധാരണ ഇങ്ങനെ കടുക് പൊട്ടിക്കാറില്ല എന്ന് പറഞ്ഞ് കേട്ട് വളർന്നു വന്നതുകൊണ്ട് അങ്ങനെ കടുകിടാൻ ഇപ്പോഴും ഒരു വിഷമാട്ടോ. നമ്മളല്ലാതെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റ് സവാളയൊക്കെ ഇട്ടൊന്ന് വാട്ടണോണ്ട് ആ ഒരു വിഷമമില്ല. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി അരപ്പൊക്കെ റെഡിയാക്കി വച്ചേക്കണതുകൊണ്ട് പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ഒന്നും ഇടാനില്ലാത്ത വിഷമം കൊണ്ട് കുറച്ച് കറിവേപ്പില മാത്രം ഇട്ടതാണ് കേട്ടോ. കടുക് എന്താണെന്നറിയില്ല, ഇടാൻ തോന്നാറില്ല. ഇനി നമ്മൾ മുട്ടക്കറിയിൽ ആരെങ്കിലുമൊക്കെ കടുക് ഇടുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി എനിക്ക് മാത്രമാണോ അങ്ങനത്തെ തോന്നൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴാണ് പിന്നെ നമ്മൾ മുട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണത് കേട്ടോ. അങ്ങനെ തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ മുട്ട ചെറുതായിട്ട് കീറി അരിഞ്ഞിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് അടി പിടിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ പാത്രത്തിൽ ഉണ്ടാക്കണം. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ പിന്നെ വളരെ കുറച്ച് ക്യാരറ്റ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചീഞ്ചട്ടി തന്നെ റെഡിയാക്കണതാണ് കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളായാലും ഉള്ളത് അത്യാവശ്യം വലുതായിട്ടുള്ളത്, അതിനകത്തേക്ക് ക്യാരറ്റ് വെളുത്താൻ മാത്രമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചീഞ്ചട്ടി തന്നെ വെളുത്തണത്. പക്ഷേ അതിലാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, പെട്ടെന്ന് അടി പിടിക്കും. ഇതിനകത്ത് തന്നെയാലും കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് നന്നായിട്ട് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടക്കറി വാങ്ങിയപ്പോൾ അതേ അടുപ്പിലേക്ക് തന്നെ തീ ഓഫാക്കാതെ തന്നെ പപ്പടം പൊരിക്കാനുള്ള ചീഞ്ചട്ടി കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചീഞ്ചട്ടിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ല. എല്ലാവരും പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും ഇത് എന്ത് ചീഞ്ചട്ടി, എന്താ ഇതിൻ്റെ കോലെന്ന്. പക്ഷേ ഞാൻ പപ്പടം പൊരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചീഞ്ചട്ടി, വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ കളയാനും തോന്നാറില്ല. പപ്പടം പൊരിക്കാലോ, പോകണിടത്തോളം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പപ്പടവും പൊരിച്ച് മാറ്റി വെച്ചപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ ലഞ്ചിൻ്റെയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം അവിടെ ഇരുന്ന് വെന്ത് വാങ്ങിയതിനൊക്കെ ശേഷമാണ് പിന്നെ നമ്മൾ മുട്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പ്രത്യേകം വീഡിയോ എടുക്കാത്തതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അത്ര സ്പീഡിനൊന്നും അല്ല ഞാൻ കഴുകിയത്. പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഇതാക്കി കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ നല്ല സ്പീഡാക്കിയതാണ് കേട്ടോ. അങ്ങനെ സാധാരണ പിള്ളേർ പോണേക്കുമ്പോൾ പാത്രം കഴുകാനൊക്കെ ടൈം കിട്ടൽ വളരെ കുറവാണ്. ഇന്ന് എന്താണെന്നറിയില്ല, ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിലൊക്കെ ഐഷും അമ്മ ഓട്ടോയിൽ പോകും. ഐറൂനെ സ്കൂളിൽ കൊണ്ടൊന്നും വിട്ടതിന് ശേഷം വന്നിട്ട് ചായയോടും കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്രം കഴുകാൻ സമയം കിട്ടാറ്. പിന്നെ ഉമ്മാക്ക് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ ഉമ്മ കഴുകി വെക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് ലഞ്ച് പാക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഐറൂന് മാത്രം മീൻ പൊരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐറൂന് പാത്രത്തിലേക്ക് ചോറിലേക്ക് തന്നെ ഡയറക്റ്റ് മീൻ ഇട്ട് കൊടുത്തിട്ട് പിള്ളേർക്ക് ചോറിലേക്ക് കുറച്ച് അച്ചാറാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ നമ്മൾ ക്യാരറ്റ് വെളുത്തിയത് ചെറിയ പാത്രത്തിലാക്കി എപ്പോഴും വയ്ക്കണ പോലെ തന്നെ വെച്ച് കൊടുത്തു. ഐറൂന് ക്യാരറ്റ് അവളുടെ പാത്രത്തിൻ്റെ മുകളിൽ ചെറിയൊരു തട്ടുള്ളതുകൊണ്ട് പിന്നെ അവൾക്ക് സുഖമാണ് അവളത്തൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് ഐശുവിനും അമ്മൂനൊന്നും അങ്ങനെ ഈ പ്രാവശ്യം ലഞ്ച് ബോക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പാത്രങ്ങളൊക്കെയാണ്. വാങ്ങിക്കുവാണെങ്കിൽ എന്തായാലും ഇനി മുകളിൽ ഇതുപോലെ തട്ടുള്ളത് നോക്കി വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇനി വാങ്ങിക്കുമ്പോൾ എന്തായാലും അങ്ങനെ വാങ്ങിക്കണം, നല്ല യൂസ്ഫുള്ളാണ് അങ്ങനെ ഒരു തട്ടുള്ളത്. ഇങ്ങനെ ചോറിലേക്ക് ഇറക്കി വയ്ക്കണേലും എന്തുകൊണ്ടും നല്ലതാലോ. അങ്ങനെ നമ്മൾ അതിനകത്ത് അച്ചാറും ഒക്കെ ആയിട്ട് പാക്ക് ചെയ്തു. ക്യാരറ്റ് അല്ലാതെയും വെച്ചു. പിന്നെ പപ്പടം വേറെ 3 ചെറിയ കണ്ടെയ്നറിലാക്കി എടുത്തു കേട്ടോ. ഈ ഒരു പീച്ച് കളർ കണ്ടെയ്നർ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കണ്ടെയ്നർ കേട്ടോ. അതിലേക്ക് നമ്മൾ ചെറിയ പപ്പടം ഉണ്ടല്ലോ, ആ ചെറിയ പപ്പടം നമുക്ക് ഇങ്ങനെ കീറിയൊന്നും പൊരിക്കേണ്ട, അല്ലാതെ തന്നെ പൊരിച്ചാലും 3-4 ഇട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ പപ്പടമാണ് ഞാൻ അങ്ങനെ കീറാറില്ല. ഇതിപ്പോൾ വലിയ പപ്പടം ആയതുകൊണ്ട് കുഞ്ഞു പീസാക്കി പൊരിച്ചു. ഇതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇടാൻ പറ്റും. പിള്ളേർക്കാണെങ്കിൽ പപ്പടം ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചോറും കഴിച്ചോളും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാക്സിമം കൂടുതൽ ഇട്ട് കൊടുക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ആ പാത്രം എൻ്റെ ആകെ 2 ഉള്ളൂ. പിന്നെ ഒരാൾക്ക് മറ്റേ സാധാ ഒരു പാത്രത്തിലും കൊടുക്കും. അങ്ങനെ ലഞ്ച് എടുത്ത് വയ്ക്കലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം പൊതിഞ്ഞ് പാക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും റെഡിയാക്കലൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ നോക്കിയിട്ടില്ല. അതെല്ലാം കൂടെ വീഡിയോ എടുക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തത്തിൽ വെപ്രാളായി പോവും. വണ്ടി വരുമ്പോഴത്തേക്കും റെഡി ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ മാത്രം എടുത്തൊന്ന് ഒതുക്കിയതാണ്. അങ്ങനെ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് വിടലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം നല്ല കേക്കിൻ്റെ വർക്കുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓവനിലും അല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിലും എല്ലാത്തിലൊക്കെ ആയിട്ട് വെച്ച് കുറച്ച് കപ്പ് കേക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അങ്ങനെ റെഡിയാക്കി എടുത്തു. പിന്നെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.